ഇനി നമുക്ക് റിയ ബേബിയുടെ അടുത്തേക്ക് പോകാം. കൊച്ചി ബ്രോഡ്വേ അറിയാലോ, ബ്രോഡ്വേയിലും ഓണ സമയത്തൊക്കെ നല്ല തിരക്കാണ്. അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് റിയ ബേബിയോട് ചോദിക്കാം. റിയ, എങ്ങനെയുണ്ട് അവിടുത്തെ ആഘോഷങ്ങളൊക്കെ? ഏതുവരെയായി? നല്ല തിരക്കാണോ? സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരുപാട് പേര് എത്തുന്നുണ്ടോ അവിടെ? ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ബ്രോഡ്വേയിൽ കാണുന്നത് പോലെ കൊച്ചിക്കാർക്ക് അല്പം ചിലവ് കുറച്ച് ഓണം ആഘോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ബ്രോഡ്വേ. അതുകൊണ്ട് തിരക്കൊക്കെ അല്പം കൂടുതലാണ്. നേരത്തെയൊക്കെ കാല് കുത്താൻ കഴിയാത്ത വിധം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അവസാനവട്ട ഷോപ്പിംഗ് എല്ലാവരും നടത്തുന്നു. ഇവിടെ നേരത്തെ തിരുവനന്തപുരത്തൊക്കെ മുല്ലപ്പൂവിൻ്റെ ഉയർന്ന വിലയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരിടമായി കൂടി ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ആളുകളിങ്ങനെ വാങ്ങി ഓണക്കോടിയൊക്കെ എടുത്ത് കൂട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഓണക്കോടി എടുത്തോ? കിട്ടിയോ? കുറെ നേരമായില്ല നോക്കിയതാ. എങ്ങനെയുണ്ട് ബ്രോഡ്വേയിലെ കളക്ഷനൊക്കെ? ഇഷ്ടപ്പെട്ടത് കിട്ടിയോ? ഇല്ല, കുറച്ച് അമ്മ കണ്ണുരുട്ടാൻ തുടങ്ങിയോ? സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എത്ര സമയം വരെ ആയാലും ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ട് വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ അല്ലേ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? ഭയങ്കര തിരക്കല്ലേ. ഞങ്ങള് വന്നിട്ട് ഇപ്പൊ 2 മണിക്കൂറായി. ഇതുവരെ ഇവിടെ പോകാൻ പറ്റിയിട്ടില്ല. ഓരോന്ന് എടുത്തെടുത്ത് വരണേ ഉള്ളൂ. ബ്രോഡ്വേ കറങ്ങി കണ്ടോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരു തിരക്ക്? എങ്ങനെയുണ്ട്? ഇല്ല, ഓട്ടമാണ്. പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവസാനവട്ട ഓട്ടത്തിലാണ്, തിരക്കിലാണ്. ഓണക്കോടിയൊക്കെ എടുത്തോ? എങ്ങനെയുണ്ട് ചേട്ടാ ഓണം? എങ്ങനെയുണ്ട്? തിരക്ക് നല്ല തിരക്കോടിച്ചോണം. ഓണക്കോടി കിട്ടിയോ? എടുത്തുകൊണ്ടിരിക്കുന്നു. കൈയടക്കി ഓണം ഇപ്പൊ ഹിന്ദിക്കാരാണ് കൈയടക്കുക. മലയാളികളുടെ വളരെ കുറവാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ ഉത്രാട എരിച്ചിൽ പോലെയായി ഇപ്പോഴത്തെ അവസ്ഥ. ഉത്രാട എരിച്ചിലാണ്. മലയാളികളുടെ ഒരു വ്യാപാര സ്ഥാപനം പോലും കാണുന്നില്ല. ഒരു 5 വർഷം മുമ്പ് ഇവിടെ കംപ്ലീറ്റ് മലയാളികളാണ്. ഓണക്കോടി കിട്ടിയാൽ മതി. പക്ഷെ നമ്മുടെ ഒരു തനിമ വേണ്ടത്. മലയാള തനിമയല്ലേ ഓണം വരുന്നത്. അവർ തനിമ കിട്ടുന്നില്ല. മുൻ വർഷത്തെ അപേക്ഷിച്ച്, അതായത് ഓൾറെഡി കൊറോണയ്ക്ക് മുമ്പുള്ള വർഷത്തെ അപേക്ഷിച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചു വളരെ സന്തോഷമായിട്ട് പോകുന്നു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്രാട പാച്ചിലല്ല, ഇപ്പൊ ഉത്രാട എരിച്ചിലായിട്ടാണ് തോന്നുന്നത്. വേറെ ഓണക്കോടി കിട്ടിയോ? ഓക്കെ, എന്തായാലും ഇവിടെ ഇങ്ങനെ വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നു, ആളുകൾ വരുന്നു, വാങ്ങുന്നു, പോകുന്നു, അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഓണം എല്ലാവർക്കും അടിപൊളിയാണ് എന്ന് പറയുന്നു. കച്ചവടക്കാരോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞത് ഇത്തവണ കച്ചവടമൊക്കെ നന്നായി നടക്കുന്നുണ്ട് എന്നാണ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ബ്രോഡ്വേയിൽ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓണക്കോടിയൊക്കെ വാങ്ങി പോവുകയും ചെയ്യുന്നു. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ആളുകൾ കൂടും, തിങ്ങി നിറയും. അങ്ങനെയാണ് സാധാരണ കാണാറ്. ഓണക്കോടി കിട്ടിയോ? കിട്ടി. ഇനി നോക്കുന്നുണ്ട്. ഇനി എന്താ വാങ്ങാനുള്ളത് ലിസ്റ്റിലുള്ളത്? ഇനിയുണ്ട്. ചുറ്റിച്ചോ? ഇഷ്ടപ്പെട്ട ഉടുപ്പിന് വേണ്ടി കുറെ ചുറ്റിച്ചോ? ഇല്ല, ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മേടിച്ചിട്ടില്ല ഇതുവരെ. ഓണക്കോടി കിട്ടിയെന്ന് പറഞ്ഞത് കിട്ടാൻ പോകുന്നതാണല്ലേ? അപ്പൊ എന്തായാലും ഹാപ്പി ആണോ? ഓക്കെ, എന്തായാലും അപ്പൊ ഇതാണ് കൊച്ചിയിലെ കാഴ്ച. ഒരുപാട് തിരക്കുണ്ട്. ഉത്രാട പാച്ചിൽ തന്നെയാണ്. ആളുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞു കൊണ്ടിരിക്കുന്നു, സാധനങ്ങൾ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു.